വാട്സ്ആപ്പ് യൂട്യൂബ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് കരി മോട്ടോർ സ്പീഡ്വേയിലാണ്. അപ്പോൾ ഇന്ന് ഞാനൊരു അക്കാഡമിക്ക് വന്നതാണ്. RACRൻ്റെ കാസ്ട്രോൾ പവർ വണ്ണിൻ്റെ അക്കാഡമിയിലാണ് ഞാൻ വന്നത്. ഇതൊരു ട്രാക്ക് ഡേ സെഷനാണ്. ഇതൊരു എൻട്രി ലെവൽ റേസിങ്ങിലേക്കൊക്കെ നമുക്ക് കയറണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. പ്ലസ് ഞാൻ ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ CBR തന്നെയാണ് അറ്റൻഡ് ചെയ്യുന്നത്. വിശേഷങ്ങളൊക്കെ നമുക്ക് ബാക്കി വീഡിയോയിൽ കാണാം. എന്താണ് ഒരു അക്കാഡമി എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇതൊരു ഗുരുകുല വിദ്യാഭ്യാസം പോലെയുള്ളൊരു സംഭവമാണ്. RACR കാസ്ട്രോൾ പവർ വൺ അക്കാഡമിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ഗുരുക്കന്മാർ തന്നെയാണ് ഇവിടുത്തെ ട്രെയിനേഴ്സ്. നമ്മുടെ ഫാസ്റ്റസ്റ്റ് ഇന്ത്യൻ ഓഫ് 2 വീൽസ് രജനി കൃഷ്ണൻ സാറിൻ്റെ മേൽനോട്ടത്തിലുള്ള ഈ അക്കാഡമിയിലെ ട്രെയിനേഴ്സ് എല്ലാവരും തന്നെ പല റേസുകളിലെ ചാമ്പ്യൻസ് ആണ്. ഇതൊരു അക്കാഡമിയാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സിലബസ് ഫോളോ ചെയ്തിട്ടാണ് ട്രെയിനിങ്. പൊതുവെ സ്കൂളിലെ ബാക്ക് ബെഞ്ചസ് ഫ്രണ്ട് റോ ഓക്യുപ്പൈ ചെയ്യുന്ന വളരെ ചുരുക്കം ക്ലാസ്സുകളിലൊന്ന്. ഞാൻ അറ്റൻഡ് ചെയ്തത് ബിഗിനേഴ്സ് ലെവലായ ലെവൽ 1 and 2 ട്രെയിനിങ് ആണ്. ലെവൽ 1 and 2 എന്താണെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് പറയാം. നമ്മൾ എന്തൊക്കെയോ ആരിൽ നിന്നോ എന്തൊക്കെയോ കേട്ട് പഠിച്ച പലതും തെറ്റാണെന്നും അത് തിരുത്തി വണ്ടിയെ അറിഞ്ഞ് ഓടിക്കാൻ പഠിക്കുന്ന ഒരു സെഷനാണ്. ഒരു കാര്യം ഓർമ്മ വേണം, ലെവൽ 1 and 2 റേസിംഗ് അല്ല, പക്ഷേ നമ്മളെ അതിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സെഷനാണ്. ഒരുപാട് കാര്യങ്ങൾ തെറ്റായി പഠിച്ചതുകൊണ്ടാവാം ആദ്യ ദിവസം ആദ്യത്തെ കുറച്ച് മണിക്കൂർ ഒട്ടും വണ്ടി ഓടിക്കാൻ അറിയാത്ത പോലെ തോന്നി. ശരിക്കും പറഞ്ഞാൽ വി ഹാവ് ടു അൺലേൺ തിങ്സ് അറ്റ് ഫസ്റ്റ്. ഇവിടുത്തെ ട്രെയിനേഴ്സ് വളരെ മൈന്യൂട്ടായ റൈഡിങ് കാര്യങ്ങൾ പോലും നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചു തരും. ഫോർ എക്സാമ്പിൾ, എങ്ങനെയാണ് ആക്സിലറേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ബ്രേക്ക് ചെയ്യേണ്ടത്, ആഫ്റ്റർ ഓൾ ഒരു വണ്ടിയിൽ എങ്ങനെ ഇരുന്ന് വണ്ടി ഓടിക്കണം എന്നുപോലും പറഞ്ഞു തരും. വളരെ ജോവിയലായ ട്രെയിനേഴ്സ് ആണെങ്കിലും ട്രെയിനിങ്ങിൻ്റെ കാര്യത്തിൽ ഇവർ വളരെ സ്ട്രിക്റ്റ് ആണ്. റോഡിൽ 1,00,000 കിലോമീറ്റേഴ്സ് ഓടിച്ച് പരിചയമുണ്ടെന്ന് പറഞ്ഞാലും ഇവിടെ എല്ലാവരും ഒരുപോലെയാണ്. അത് ആദ്യത്തെ മണിക്കൂർ തന്നെ മനസ്സിലാവും. ഒരു 30 മിനിറ്റ് ക്ലാസ് റൂം സെഷൻ, പിന്നെ അവിടെ പഠിപ്പിച്ച കാര്യങ്ങൾ പഠിക്കാൻ ഒരു 30 മിനിറ്റ് ട്രാക്ക് റൈഡ്. ബാക്ക് ടു ബാക്ക് ഇങ്ങനെ സെഷൻസ് പോകുമ്പോൾ നമ്മൾ മറ്റു കാര്യങ്ങളൊന്നും തന്നെ ചിന്തിക്കാതെ വളരെ ഫോക്കസ്ഡ് ആയിട്ട് വണ്ടി ഓടിക്കുന്നത് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റി. ഇപ്പം ചോദിക്കാം, ഇപ്പം ഞാൻ നന്നായിട്ട് ഓടിക്കുന്നുണ്ട്, ഇതെല്ലാം പഠിച്ചിട്ട് എന്താ കാര്യമെന്ന്. ആ പറഞ്ഞ ഇപ്പം ഞാൻ നന്നായിട്ട് ഓടിക്കുന്നുണ്ട് എന്ന തെറ്റിദ്ധാരണ തന്നെയാണ് ഇവിടെ ആദ്യം തിരുത്തുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് എൻ്റെ വണ്ടിയോടുള്ള ഒരു അപ്രോച്ച് തന്നെയാണ് മാറിയത്. ഒരു വലിയ മാറ്റം ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതിനുശേഷം ഞാൻ മറ്റൊരു ബൈക്കുമായിട്ട് മൂന്നാർ പോയിരുന്നു. അടിമാലി മുതൽ മൂന്നാർ വരെയുള്ള ആ റോഡ് ഞാൻ എങ്ങനെ വണ്ടി ഓടിച്ചു എന്നതിൽ എനിക്ക് തന്നെ വളരെ അത്ഭുതം തോന്നി. കാരണം റോഡിലാണെങ്കിൽ പോലും ഞാൻ പിക്ക് ചെയ്യുന്ന സ്പീഡും ഞാൻ പിക്ക് ചെയ്യുന്ന ലൈനും എല്ലാം തന്നെ വളരെ മാറ്റമുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതാണ് ഒരു പ്രോപ്പർ ട്രെയിനിങ്ങിൻ്റെ ഗുണം. ഒരുപക്ഷെ 18 വയസ്സിൽ തന്നെ ഇതുപോലൊരു ട്രെയിനിങ് മാൻഡേറ്ററി ആക്കി വയ്ക്കുകയാണെങ്കിൽ റോഡിലെ പല സിറ്റുവേഷൻസ് നമുക്ക് ഈസി ആയിട്ട് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ ഓടിച്ച ട്രാക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് കോയമ്പത്തൂരിലെ കരി ട്രാക്കാണ്. വളരെ ടെക്നിക്കലായ ഒരു ട്രാക്ക്. ഇന്ത്യയിൽ ഇപ്പം നാഷണൽ റേസിംഗ് അലൗഡായ 3 ട്രാക്കുകളിൽ ഒന്ന്. പിന്നെയുള്ളത് ചെന്നൈയിലെ MMRTയും നോയിഡയിലെ ബുദ്ധ് ഇൻ്റർനാഷണൽ സർക്യൂട്ടുമാണ്. ഇനിയിപ്പോൾ ഈ സെഷൻ അറ്റൻഡ് ചെയ്യുന്നതിൽ നമുക്ക് റോഡിൽ എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. തീർച്ചയായിട്ടും ഉണ്ട്. റോഡിൽ എങ്ങനെ കോർണർ ചെയ്യാമെന്നല്ല, പകരം എങ്ങനെ ആക്സിലറേറ്റ് ചെയ്യാം, ബ്രേക്ക് എങ്ങനെ ചെയ്യാം, ഒരു ക്ലോസ് കോൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ബൈക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നതൊക്കെയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഉപയോഗിച്ച റൈഡിംഗ് ഗിയർസിനെ കുറിച്ച് നിങ്ങൾക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ടാവും. ട്രാക്കിൽ ഞാൻ ഉപയോഗിച്ച ഒരു സ്പെഷ്യൽ എഡിഷൻ NHK ഹെൽമെറ്റാണ്. അതിൻ്റെ വിശേഷങ്ങൾ ഒരുപാടുള്ളതുകൊണ്ട് അത് ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. ട്രാക്കിൽ നമുക്കൊരു ഫുൾ സൂട്ട് നിർബന്ധമാണ്. ആദ്യമായി പോകുന്നവരാണെങ്കിൽ റേസ് ട്രാക്കിൽ നിന്ന് നമുക്കിത് റെൻ്റ് ചെയ്യാം. പിന്നെ റെഗുലർ ആകുമ്പോൾ സ്വന്തമായിട്ടൊരെണ്ണം വാങ്ങാം. ഞാൻ ഉപയോഗിച്ച സൂട്ട് TBGയുടെ സൂട്ടാണ്. ട്രാക്കിൽ കയറുന്നതിന് മുമ്പ് എക്സ്പീരിയൻസ്ഡ് ആയ റൈഡേഴ്സ് എന്നെ പറഞ്ഞ് പഠിപ്പിച്ചൊരു സംഭവം ഇതാണ്: ആദ്യത്തെ ഒരു ഫുൾ സൂട്ട് എക്സ്പീരിയൻസ് അത് അത്ര നല്ലതൊന്നും ആകാൻ സാധ്യതയില്ലെന്നും അതിന് പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കണമെന്നാണ്. പക്ഷേ ടു മൈ സർപ്രൈസ് TBG സൂട്ട് ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് പോലെ തോന്നിയില്ല. 2 ദിവസം അതിനകത്ത് ഞാൻ ആ കോയമ്പത്തൂരിലെ ചൂടിൽ കഴിച്ചു കൂട്ടിയെങ്കിലും ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഇത് വലിച്ചു കയറ്റാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ മറ്റൊരു പ്രശ്നങ്ങളും ഇതിൽ നിന്ന് എനിക്കുണ്ടായിരുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഏറ്റവും നല്ല സൂട്ട് വിത്ത് ഷോൾഡർ, എൽബോ, നീ ലെവൽ 2 സർട്ടിഫൈഡ് സാസ്റ്റിക് പ്രൊട്ടക്ടേഴ്സാണ് TBG സൂട്ടിൽ വരുന്നത്. ഇനി ഞാൻ യൂസ് ചെയ്ത ഗ്ലൗസും TBGയുടെ തന്നെയായിരുന്നു. ഇതിനു മുമ്പ് പല ഗ്ലൗസും ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാ ഗ്ലൗസിനും ഒരു ബ്രേക്കിംഗ് പീരീഡ് ഉണ്ടായിരുന്നു. ഞാൻ ഉപയോഗിച്ച ഈ TBG സ്പോർട്സ് V2 ഗ്ലൗസിന് അങ്ങനെ ഒരു ഇഷ്യൂ എനിക്ക് തോന്നിയിട്ടേ ഇല്ല. പോലെ തന്നെ ഫസ്റ്റ് ടൈം യൂസ് ആണെങ്കിൽ പോലും നല്ല കംഫർട്ടും വെന്റിലേഷനും ഉണ്ടായിരുന്നു. ഈ ഒരു ക്ലാസ്സിൽ 8 കൊല്ലമായിട്ട് ക്രാഷ് ടെസ്റ്റ് പ്രൂവനായ സേഫ്റ്റിയും കംഫർട്ടും ഒരുപോലെയുള്ള നോക്സ് പേറ്റന്റഡ് SPS പ്രൊട്ടക്ഷൻ കൂടെയുള്ള ഗ്ലൗസാണ് TBG സ്പോർട്സ് V2. TBGയുടെ തന്നെ വളരെ പ്രൊട്ടക്ഷൻ കൂടിയ റോഡ് ബേസ്ഡ് ഗിയേഴ്സും ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അവസാനമായിട്ട് ഞാൻ ഉപയോഗിച്ചത് എൻ്റെ തന്നെ ആൽപൈൻ സ്റ്റാർസ് SMX 6 ബൂട്ട്സ് ആണ്. ഇതൊരു സ്പോർട്സ് ടൂറിംഗ് ബൂട്ട്സ് ആയതുകൊണ്ട് ട്രാക്കിൽ ഉപയോഗിക്കാനുള്ള ഒരു പെർമിഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ട്രാക്കിലേക്ക് പോകുന്ന സമയത്ത് കൊണ്ടുപോകുന്ന ഗിയർ എല്ലാം തന്നെ പെർമിഷൻ കിട്ടിയിട്ട് മാത്രമേ നമുക്ക് ട്രാക്കിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അത് സേഫ്റ്റി ഉറപ്പുവരുത്താനാണ്.
ഇനി നിങ്ങൾക്കുണ്ടാവുന്ന ഒരു ഡൗട്ടാണ് ഏത് ബൈക്ക് യൂസ് ചെയ്യാം എന്നത്. നിങ്ങൾക്ക് സ്വന്തമായ ഒരു ബൈക്ക് ഉണ്ട്, അതിന് പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ആ ബൈക്ക് തന്നെ ട്രാക്കിൽ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ട്രാക്കിൽ തന്നെ റെൻറ്റിന് എടുക്കാൻ പറ്റുന്ന 200cc ബൈക്കുകളുണ്ടാവും. ട്രാക്കിൽ പോകുമ്പോൾ CC ഒരു പ്രശ്നമല്ല, കാരണം നമ്മൾ സ്പീഡ് കൂട്ടുന്നതിലല്ല ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, തിരിച്ച് നമ്മളുടെ സ്കിൽസ് കൂട്ടുന്നതിലാണ്. അതൊരു 150cc പഠിച്ചാലും 1000cc പഠിച്ചാലും ഒരുപോലെ തന്നെയാണ്. ഇനി നമുക്ക് ഈ വീഡിയോയുടെ മെയിൻ ഭാഗത്തേക്ക് കിടക്കാം. ഒരു റേസർ ആവാൻ എന്ത് ചെയ്യണം? ഇതിനാദ്യം തന്നെ നിങ്ങൾ RACR പോലത്തെ ഒരു അക്കാഡമിയിൽ ചേർന്ന് ലെവൽ 1 and 2 ട്രെയിനിങ് എടുക്കണം. അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റ് വെച്ച് FMSCI ലൈസൻസ് അപ്ലൈ ചെയ്യണം. ഈ ലൈസൻസും റോഡ് ലൈസൻസും തമ്മിൽ ഒരു ബന്ധമില്ല. FMSCI ലൈസൻസ് കിട്ടിയാൽ പിന്നെ ഒറ്റയ്ക്ക് ട്രാക്കിൽ പോയി ഓപ്പൺ സെഷൻസിൽ ജോയിൻ ചെയ്താൽ നമുക്ക് വീണ്ടും പ്രാക്ടീസ് ചെയ്യാം. ഇങ്ങനെ വണ്ടി ട്രാക്കിൽ ഓടിച്ച് നിങ്ങൾക്ക് തന്നെ ഒരു കോമ്പറ്റേറ്റീവ് റേസിംഗിൽ പങ്കെടുക്കണമെന്ന് തോന്നിയാൽ MMSCയെ കോൺടാക്ട് ചെയ്യുക. അവർ നിങ്ങൾക്ക് റേസ് ഡീറ്റെയിൽസും നിങ്ങളുടെ പ്രായത്തിനനുസരിച്ച കാറ്റഗറിയും പറഞ്ഞുതരും. ഇത് RACR പോലുള്ള അക്കാഡമി തന്നെ നിങ്ങൾക്ക് റേസിംഗിന് മുൻപോട്ട് പോകാൻ സഹായിക്കുന്നതുമാണ്. ഇനി പലർക്കും ഉള്ളൊരു വലിയ ചോദ്യമായിരിക്കാം, എങ്ങനെ വീട്ടുകാരെ കൺവിൻസ് ചെയ്യും? അപ്പം ഇനി റോസിയുടെ തോളത്ത് കൈയിട്ട് വെക്കുന്ന ഫോട്ടോയിൽ കാണാം എന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ മിക്കവാറും വീട്ടുകാർ തന്നെ 2 കാലം തല്ലിയൊടിച്ച് വീട്ടിലിരുത്തും. അപ്പോൾ ഇതാണ് അവരോട് പറയേണ്ടത്. ഇത് റേസിംഗ് അല്ല, അക്കാഡമിയാണ്. ഇവിടെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും റേസ് ചെയ്യില്ല. ഒരു വണ്ടിയെ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പോലും ഇൻസ്ട്രക്ടറിൻ്റെ പെർമിഷൻ വേണം. പിന്നെ റോഡിനേക്കാളും സേഫ് ആയ ഒരു സ്ഥലമാണ് ട്രാക്ക്. ഇവിടെ എതിരെ വരുന്ന വണ്ടികളില്ല, ഹെഡ്ഫോൺ വെച്ച് ബോധമില്ലാതെ റോഡ് ക്രോസ് ചെയ്യുന്ന ചേട്ടന്മാരും ചേച്ചിമാരും ഇല്ല, റോഡിൽ കുഴികളില്ല. പോരാതെ ഒരു ഇൻസ്ട്രക്ടറിൻ്റെ പുറകെ അദ്ദേഹത്തിൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് മാത്രം മുൻപോട്ട് പോകുന്ന സൽസ്വഭാവികളായ കുറച്ച് ബൈക്ക് പ്രാന്തന്മാർ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. RACR കാസ്ട്രോൾ പവർ 1 അക്കാഡമിയെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കോൺടാക്ട്സും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒരു മിഡിൽ ക്ലാസ് റൈഡറിന് ഒറ്റ നോട്ടത്തിൽ കുറച്ച് എക്സ്പെൻസീവ് ആയ ഒരു ഇവൻറ്റ് പോലെ തോന്നിയാലും ഇത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കില്ല. ഇത് ഇത്തിരി നേരത്തെ ആക്കാമായിരുന്നെന്ന് നിങ്ങൾ പറയുള്ളൂ. അപ്പം ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കമൻറ്റ്സ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അൻറ്റിൽ ദെൻ ബൈ.